ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി ഒരു ഓവർവ്യൂ ആയിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇന്ന് ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ട് നഴ്സിംഗിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ചെയ്തൊരു വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ നേടാം. അപ്പം അതിനെ ജർമ്മനിൽ പറയുന്നത് ഡുവാലസ് ഹൗസ് ബിൽഡിംഗ് എന്ന, ഇംഗ്ലീഷിലാണെങ്കിൽ ഡുവൽ വൊക്കേഷണൽ ട്രെയിനിങ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം നഴ്സിംഗിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡുവൽ സ്റ്റഡി പ്രോഗ്രാം കൺസിഡർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡുവാലസ് സ്റ്റുഡിയം എന്നാണ് ജർമ്മനിൽ പറയുന്നത്. നഴ്സിംഗിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് നിങ്ങൾ മിനിമം മീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. അപ്പം ഇവിടെ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സാണ്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഏറ്റവും ആദ്യത്തേതും അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. B2 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഞങ്ങളോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ലാംഗ്വേജ് റിക്വയർമെന്റ്സിനെ പറ്റി. ഇത് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം A1 A2 B1 പറ്റത്തില്ല, B2 തന്നെ വേണം. നിങ്ങൾക്കൊരു ഗോയത്തയുടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു ടെൽക്കിന്റെ സർട്ടിഫിക്കറ്റോ കാണിക്കാം പ്രൂഫായിട്ട്. നിങ്ങൾക്ക് കിട്ടിയ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കണം. അപ്പം നിങ്ങൾക്ക് കിട്ടിയ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ജർമ്മനിയിൽ വാലിഡ് ആണോ എന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് റെക്കഗ്നീഷൻ എന്ന് സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ. നിങ്ങൾ ജർമ്മനിയിൽ താമസിക്കുമ്പോഴത്തേനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ചെലവിനുള്ള പൈസ ഉണ്ടോ എന്നുള്ള പ്രൂഫ് കാണിക്കണം. മാർച്ച് 2021 പ്രകാരം ഇവിടുത്തെ വിസ അതോറിറ്റീസ് പറയുന്നത് നിങ്ങൾക്ക് ചെലവിനായിട്ട് ഒരു മാസം 861 യൂറോ വേണമെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് ഇത്രയും രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത്രയും രൂപ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം. ഇത് കൂടാതെ നിങ്ങൾക്ക് വേണ്ടത് ഒരു ജർമ്മൻ ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനായിട്ടുള്ള സൗകര്യമുണ്ടെന്ന് കാണിക്കുന്ന അക്കോമഡേഷൻ്റെ പ്രൂഫുമാണ്. കഴിഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് വന്ന ഏറ്റവും കൂടുതൽ ചോദ്യമാണ് ഹൗസ് ബിൽഡിങ്ങിന് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളത്. ഹൗസ് ബിൽഡിങ്ങിന് ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്ട്സ് അല്ല നിങ്ങളുടെ +2 പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് ചെയ്യാമോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളിപ്പോൾ +2 കൊമേഴ്സ് ഫീൽഡ് ആയിരുന്നു, നിങ്ങൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സബ്ജക്ട്സ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ നഴ്സിംഗിൽ നിന്ന് തന്നെ തുടങ്ങാം. നഴ്സിംഗ് സ്പെഷ്യലിസ്റ്റിനെ ജർമ്മനിൽ പറയുന്നത് ഫ്ലേഗ് ഫാഹ്മൻ അല്ലെങ്കിൽ ഫ്ലേഗ് ഫാഹ്ഫ്രൗ എന്ന. പണ്ടൊക്കെ നഴ്സിംഗിന്റെ വൊക്കേഷണൽ ട്രെയിനിങ് പല ഏരിയാസ് ഓഫ് സ്പെഷ്യലൈസേഷന് ഫോക്കസ് ചെയ്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ജനുവരി 2020 തൊട്ട് ഇതെല്ലാം കമ്പൈൻ ചെയ്ത് ആണ് ഫ്ലേഗ് ഫാഹ്മൻ അല്ലെങ്കിൽ ഫ്ലേഗ് ഫാഹ്ഫ്രൗ എന്ന് പറയുന്നത്. അപ്പം ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് 2 പാർട്ടുണ്ട്, തിയററ്റിക്കൽ പാർട്ടും അതുപോലെ പ്രാക്ടിക്കൽ പാർട്ടും. തിയററ്റിക്കൽ പാർട്ട് ഏകദേശം 2100 മണിക്കൂറായിരിക്കും, അതുപോലെ പ്രാക്ടിക്കൽ പാർട്ട് 2500 മണിക്കൂറും. തിയററ്റിക്കൽ പാർട്ട് അല്ലെങ്കിൽ തിയററ്റിക്കൽ ക്ലാസ്സസ് നടക്കുന്നത് ഒരു നഴ്സിംഗ് സ്കൂളിലായിരിക്കും. ജർമ്മനിലാണ് ഫ്ലേഗ് ഷൂളെ എന്ന് പറയും. അതുപോലെ നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ നടക്കുന്നത് ഒരു ട്രെയിനിങ് കമ്പനിയിലായിരിക്കും. ഇപ്പൊ ജർമ്മനിലായിരുന്നു ഹൗസ് ബിൽഡിംഗ്സ് ബെട്രീവ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ട്രെയിനിങ് കമ്പനി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റൽസ് ആവാം, ഓൾഡ് ഏജ് ഹോംസ് ആവാം, ഹെൽത്ത് കെയർ സെന്റേഴ്സ് ആവാം, അങ്ങനെയൊക്കെ. ആദ്യത്തെ വർഷം ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓറിയന്റേഷനിൽ നിന്ന്. അതായത് എന്താണ് ഈ കോഴ്സ്, എങ്ങനെയാണ് ഈ കോഴ്സ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കോഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കോഴ്സിൽ പഠിക്കാനുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഈ ഓറിയന്റേഷൻ കോഴ്സിൽ പഠിക്കുന്നത്. ഇത് കൂടാതെ നിങ്ങൾ കെയറിന്റെ ഓരോ വശങ്ങളും ഇവിടെ പഠിക്കും. അതായത് എങ്ങനെ നിങ്ങൾ ഇമോഷൻസ് എല്ലാം പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ നിങ്ങൾ പേഷ്യൻസുമായിട്ട് സംസാരിക്കണം, എങ്ങനെ ഡോക്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ മെന്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഇൽനെസ് ഉള്ള പിള്ളേരെയോ അല്ലെങ്കിൽ പേഷ്യൻസിനെയൊക്കെ നിങ്ങൾ കെയർ ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ആദ്യത്തെ 2 വർഷം നിങ്ങൾ പഠിക്കുന്നത്. അതുപോലെ ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അസൈൻമെന്റ്സും കാണും. 3ാമത്തെ വർഷം നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യണം. അപ്പം ഈ ഏരിയാസ് ഓഫ് സ്പെഷ്യലൈസേഷൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ജീരിയാട്രിക് നഴ്സിംഗിൽ ചെയ്യാനായിട്ട് പറ്റും, രണ്ടാമത്തേത് നിങ്ങൾക്ക് ഒരു പീഡിയാട്രിക് നഴ്സായിട്ട് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെയുള്ള ഏരിയാസ് ഓഫ് സ്പെഷ്യലൈസേഷൻ ആണ് ഒരു ജനറൽ നഴ്സിംഗ്. നിങ്ങൾ 2 വർഷത്തെ ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്കും ഒരു ഇന്റർമീഡിയറ്റ് എക്സാം നടത്തും. അപ്പം ഈ എക്സാമിൽ നിങ്ങൾ അവരാണെങ്കിൽ നിങ്ങളുടെ നോളജ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്.
അപ്പം നിങ്ങൾ ഇപ്പം എങ്ങാനും ഈ എക്സാമിന് ഫെയിൽ ആവുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ കുറഞ്ഞൊരു നഴ്സിംഗ് അസിസ്റ്റന്റ് ഒരു ഹെൽപ്പർ ട്രെയിനിങ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ നഴ്സിംഗിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെന്റേഴ്സിലോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോംസിലോ റീക്രിയേഷൻ സെന്റേഴ്സിലൊക്കെ ജോലി നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി വർക്കിംഗ് അവേഴ്സിനെ പറ്റി പറയുവാണെങ്കിൽ ഒരാഴ്ചയിൽ നിങ്ങൾ ഏകദേശം ഒരു 38 തൊട്ട് 40 മണിക്കൂർ വരെ ജോലി ചെയ്യണം. അപ്പം അതനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റൂട്ടീന് ഫ്ലെക്സിബിൾ ആയിട്ട് ഓർഗനൈസ് ചെയ്യാനായിട്ട്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ ഹോളിഡേയ്സിലോ ഒക്കെ അല്ലെങ്കിൽ രാത്രിയിലോ ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഷിഫ്റ്റിലും വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഓഫ് എടുക്കാനായിട്ടും പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളിപ്പോൾ ഈ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസിനെ പറ്റിയാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡുവൽ സ്റ്റഡി പ്രോഗ്രാം, അതായത് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡുവൽ സ്റ്റഡി പ്രോഗ്രാം കൺസിഡർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് 3 വർഷം ഇവിടെ ജോലി ചെയ്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഹയർ സ്റ്റഡീസ് റൂൾ പ്രകാരം നിങ്ങൾ ബാച്ചിലേഴ്സ് ഇൻ നഴ്സിംഗിന് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാനായിട്ട് ഇവിടുത്തെ ഒരു കമ്പനിയിൽ നിന്നുള്ള ട്രെയിനിങ് കോൺട്രാക്റ്റും ആവശ്യമാണ്. അപ്പോൾ ഇതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യാണ്. ഇപ്പം നിങ്ങൾക്കൊരു നഴ്സിംഗ് സൂപ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാർഡ് മാനേജറോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ആൻഡ് സോഷ്യൽ സർവീസിൽ സ്പെഷ്യലിസ്റ്റോ ബിസിനസ് എക്കണോമിസ്റ്റോ ഇങ്ങനെയൊക്കെ ആയിട്ട് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റർ ബിൽഡിംഗ് അല്ലെങ്കിൽ ഫോർട്ട് ബിൽഡിംഗ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഒരു സ്പെസിഫിക് ഫീൽഡിൽ നിങ്ങളുടെ സ്കിൽ സെറ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസിനെയാണ് ഫോർട്ട് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പം ഒരു ഷോർട്ട് ടേം സർട്ടിഫിക്കേഷൻ കോഴ്സസ് ആണ് വൈറ്റർ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് പൊസിഷൻസ് ഒക്കെയാണ് വൈറ്റർ ബിൽഡിങ്ങിന്റെ എക്സാമ്പിൾസ്. അപ്പം ഇനി അടുത്തതാണ് സാലറി. ഇതാണ് എല്ലാവർക്കും അറിയാനായിട്ട് ആഗ്രഹമുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്റ്റൈഫൻഡ് കിട്ടും. ആദ്യത്തെ വർഷം 1160 ആയിരിക്കും കിട്ടുന്നത്, രണ്ടാമത്തെ വർഷം 1225 യൂറോ, മൂന്നാമത്തെ വർഷം 1330 യൂറോ. ഇതൊരു ആവറേജ് സാലറിയാണ് ഞാൻ പറയുന്നത്. ഇത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വേരി ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ട്രെയിനിങ് ചെയ്യുന്ന ഹോസ്പിറ്റലാണോ, ഹെൽത്ത് കെയർ സെന്റർ ആണോ, ട്രെയിനിങ് കമ്പനി ഇരിക്കുന്ന ലൊക്കേഷൻ, അങ്ങനെ നിങ്ങളുടെ ഏരിയാസ് ഓഫ് സ്പെഷ്യലൈസേഷൻ ഇതെല്ലാം വെച്ച് ഇത് വേരി ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഹൗസ് ബിൽഡിംഗ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജോലിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. അപ്പം ആദ്യത്തേത് ക്വാളിഫിക്കേഷൻ തന്നെയാണ്. എത്ര ഹയർ ആണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതനുസരിച്ച് നിങ്ങളുടെ പേയും കൂടുതലായിരിക്കും. രണ്ടാമത്തേതാണ് നിങ്ങളുടെ എംപ്ലോയർ, അതായത് ഇപ്പം നിങ്ങൾ പബ്ലിക് സെക്ടറിലാണോ ജോലി ചെയ്യുന്നത് അതോ പ്രൈവറ്റ് സെക്ടറിലാണോ ജോലി ചെയ്യുന്നത്. 3 ടൈപ്പ് ഓഫ് സെക്ടർ, അതായത് ഇപ്പം നിങ്ങൾ ഏത് ഏരിയയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതെന്ന് അനുസരിച്ചിരിക്കും നിങ്ങളുടെ സാലറി. ഒരു ജീരിയാട്രിക് നഴ്സിന്റെ സാലറി 2500 യൂറോ ആയിരിക്കും ഒരു മാസം. ഇത് ഞാൻ പറയുന്നത് ഗ്രോസ് സാലറിയാണ്. പിന്നെ അതുപോലെ ഒരു പീഡിയാട്രിക് നഴ്സിന്റെ സാലറി 2850 യൂറോ ആയിരിക്കും ഒരു മാസം. അതുപോലെ ജനറൽ നഴ്സിന്റെ സാലറി 2800 യൂറോ ആയിരിക്കും ഒരു മാസം. ഇത് ഒരു റഫ് എസ്റ്റിമേറ്റ് മാത്രമാണ്. ഇത് വേരി ചെയ്യാം, ചിലപ്പോൾ കൂടുതലായിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം. അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡുവാല സ്റ്റുഡിയം അല്ലെങ്കിൽ ഡുവൽ സ്റ്റഡീസ് ഇൻ നഴ്സിംഗിനെ കുറിച്ചാണ്. അപ്പം ഈ ഡുവൽ സ്റ്റഡി പ്രോഗ്രാം ചെയ്യാനായിട്ട് എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം എന്നുള്ളത് ഞാൻ ഇനിയും പറയാം. അപ്പം നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി പഠിത്തം ഉള്ളത് കൊണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് ക്വാളിഫിക്കേഷൻ വേണം. അപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അത് കിട്ടുന്നത് ഇവിടെ സ്റ്റുഡന്റ് കൊളീഗ് ചെയ്തിട്ടാണ്. എന്താണ് സ്റ്റുഡന്റ് കൊളീഗ്, എന്താണ് ഈ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് ക്വാളിഫിക്കേഷൻ എന്നുള്ളതെല്ലാം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സ്റ്റുഡന്റ് കൊളീഗ് എന്ന് പറഞ്ഞ്. ഇപ്പൊ കാണുന്ന കാർഡിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ ഡുവൽ സ്റ്റഡി പ്രോഗ്രാം ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾക്ക് വേണ്ട ഒരു ട്രെയിനിങ് കമ്പനി കണ്ടുപിടിക്കാം. അപ്പൊ ഇത്തരം കമ്പനീസ് ചിലപ്പോൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസുമായിട്ട് കൊളാബറേഷൻ കാണും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റഡി പ്ലേസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഡുവൽ സ്റ്റഡി പ്രോഗ്രാം സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ബ്ലോക്ക് വൈസ് ആയിട്ടാണ്. അപ്പോൾ ചിലയിടത്തത് 3 മാസത്തെ ബ്ലോക്ക് പീരീഡ് ആയിട്ടാണ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. അതായത് 3 മാസം നിങ്ങൾ ചിലപ്പോൾ യൂണിവേഴ്സിറ്റി അറ്റൻഡ് ചെയ്യുമായിരിക്കും. എന്നിട്ട് ബാക്കിയുള്ള 3 മാസം നിങ്ങൾ ട്രെയിനിങ് പ്രാക്ടിക്കൽ സ്കിൽസ് നേടാൻ വേണ്ടി ട്രെയിനിങ് കമ്പനീസിൽ ജോലി ചെയ്യുമായിരിക്കും. അപ്പം ഇത് മാറാം. അതായത് ചില സ്ഥലങ്ങളിലും ഒരാഴ്ചയിലായിട്ടായിരിക്കും. അതായത് ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾക്ക് ട്രെയിനിങ്ങും 2 ദിവസം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്യുമായിരിക്കും. ഇവിടെ ഒരുപാട് ഡുവൽ സ്റ്റഡി പ്രോഗ്രാംസ്
ഉണ്ട്. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ഡുവൽ സ്റ്റഡി പ്രോഗ്രാംസിനെ പറ്റിയാണ്. അപ്പൊ ആദ്യത്തേതാണ് ഡുവാലെ സ്റ്റുഡിയം ഫ്ലേഗെ, ബാച്ചിലർ ഓഫ് സയൻസ് ഡുവൽ സ്റ്റഡി പ്രോഗ്രാം ഇൻ നഴ്സിംഗ്. ഇവിടെ നിങ്ങൾ കൂടുതലും സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. എങ്ങനെ നിങ്ങളുടെ പേഷ്യൻസിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാം, എങ്ങനെ റിസ്ക് മിനിമൈസ് ചെയ്യാം, പിന്നെ നിങ്ങളുടെ പേഷ്യൻസുമായും അതുപോലെ അവരുടെ കെയർ ടേക്കേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് നിങ്ങൾ എങ്ങനെ ഗൈഡൻസ് അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത്. രണ്ടാമത്തേതാണ് ഗെസൂൺഹൈറ്റ്സ് മാനേജ്മെന്റ്, അതായത് ബാച്ചിലർ ഓഫ് ആർട്സ് ഡുവൽ സ്റ്റഡി പ്രോഗ്രാം ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഹെൽത്ത് കെയറിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ല, മറിച്ച് മാനേജ്മെന്റ് ആണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത് കൂടുതലുമായിട്ടും ബിസിനസ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ മെയിൻലി പഠിക്കുന്നത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, എക്കണോമിക്സ്, പിന്നെ ജർമ്മൻ ഹെൽത്ത് കെയർ സിസ്റ്റം, അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നിങ്ങനെയൊക്കെയുള്ള സബ്ജക്ട്സ് ആയിരിക്കും. ഈ നോളജ് നിങ്ങൾ മെയിൻലി അപ്ലൈ ചെയ്യുന്നത് ഹോസ്പിറ്റൽസിലോ അതുപോലെ വെൽനസ് ഫെസിലിറ്റീസിലോ പിന്നെ ഇൻഷുറൻസ് കമ്പനീസിൽ, കൺസൾട്ടിങ് കമ്പനീസിൽ ഇവിടെയൊക്കെ ആയിരിക്കും. ഈ കോഴ്സ് ഏകദേശം 7 സെമസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് ആർട്സ് ഡിഗ്രി കിട്ടും. ഈ കോഴ്സ് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരു ഹെൽത്ത് കെയർ മാനേജർ ആയിട്ടൊക്കെ ജോലി ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലിലോ അതുപോലെ ഹെൽത്ത് കെയർ സെൻറ്റേഴ്സിലോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ അല്ലെങ്കിൽ കൺസൾട്ടിങ് കമ്പനീസിൽ ഒക്കെ നിങ്ങൾക്ക് ജോലി നോക്കാനായിട്ട് പറ്റും. മൂന്നാമത്തേതാണ് ഡുവൽ സ്റ്റഡി ഇൻ ഹെബാമ അല്ലെങ്കിൽ മിഡ് വൈഫറി. ഒരു ഹെബാമയുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് അമ്മയാകാൻ പോകുന്ന സ്ത്രീകൾക്ക് പരിപൂർണ്ണ കെയർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഹെബാമയുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഡെലിവറിക്ക് മുന്നേ അമ്മയാകാൻ പോകുന്ന ആളുടെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുക, അതുപോലെ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിൻ്റെ സൈസും അതുപോലെ ഗ്രോത്തും കണ്ടിന്യൂസ്ലി ട്രാക്ക് ചെയ്യുക. പിന്നെ ഇപ്പം ആദ്യമായിട്ട് പേരൻസ് ആവാൻ പോവുകയാണ്, അവർക്ക് വേണ്ട പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഓഫർ ചെയ്യുക, അവർക്ക് വേണ്ട കൗൺസിലിംഗ് അല്ലെങ്കിൽ ഗൈഡൻസ് ഓഫർ ചെയ്യുക. പിന്നെ അതുപോലെ ഡെലിവറി സമയത്തും അവർക്ക് വേണ്ട കെയറും ഡെലിവറി കഴിഞ്ഞും അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട കെയർ കൊടുക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഹെബാമയുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ മിഡ് വൈഫറി എന്ന് പറയുന്ന ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആവറേജ് സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് ആദ്യത്തെ വർഷം 825 യൂറോ ആയിരിക്കും, രണ്ടാമത്തെ വർഷം 900 യൂറോയും, മൂന്നാമത്തെ വർഷം 975 യൂറോയും ആയിരിക്കും. ഇതും പല ഫാക്ടേഴ്സിനെ വെച്ച് നിങ്ങൾക്ക് ചിലപ്പം കൂടുതലായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ കുറവായിരിക്കും കിട്ടുന്നത്. എന്തൊക്കെയാണ് ഇവിടെ നഴ്സിംഗ് പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അത് എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.